സോ ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കൊളസ്ട്രോൾ അത് നമുക്ക് പ്രയോജനകരമാണോ, നമ്മുടെ ശത്രുവാണോ, നമ്മുടെ മിത്രമാണോ എന്നാണ് സനിസാറിനോട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ട്. തീർച്ചയായിട്ടും കൊളസ്ട്രോളിന്റെ ചില ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ അറിവുള്ളവരാണ്. പക്ഷെ അതിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിന്റെ ആകത്തുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു സാബു സാറിന്റെ നെറ്റ്വർക്ക് വളരെ വീക്കാണെന്ന് തോന്നുന്നു. സോ ഇന്ന് നമുക്ക് കൊളസ്ട്രോളിനെ കുറിച്ച് അറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ സെഷൻ ഞാൻ എടുത്തതിൽ ഒന്നില് ഭക്ഷണത്തിലെ കൊഴുപ്പുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും, അതുപോലെ തന്നെ മറ്റൊരു സെഷനിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് അകത്തുള്ള കൊഴുപ്പ് വർക്ക് ചെയ്യുന്നത് എന്നും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ് ശരീരത്തിൽ ഈ കൊഴുപ്പുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ കൊഴുപ്പിനെ കൊണ്ട് നമുക്ക് നല്ലതാണോ ദോഷമാണോ എന്നുള്ളതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പൊതുവെ കൊഴുപ്പൊന്നും ടെസ്റ്റ് ചെയ്യാറില്ല. ഒരു ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ കൊഴുപ്പൊന്നും കാണാറില്ല. പക്ഷെ നമ്മൾ എന്താ നോക്കുന്നത്? കൊളസ്ട്രോൾ നോക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഷുഗർ നോക്കാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റുകൾ പൊതുവെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് കൊളസ്ട്രോളിനെ കുറച്ചുകൂടി ആധികാരികമായിട്ട്, കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് അതെന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്നും ആ ടെസ്റ്റുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ സർ, കാണാം. ഒരു മിനിറ്റ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ഓക്കെ. സോ കൊളസ്ട്രോൾ മിത്രമാണോ അല്ല ശത്രുവാണോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് ഇവിടെ ചോദിക്കുന്നത്. പൊതുവെ നമ്മൾ ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പോ ഒരു പാമ്പിന്റെ വിഷമൊന്നും പൊതുവെ പോയിട്ട് ചെക്ക് ചെയ്യാറില്ലല്ലോ. നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണോ ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അത് ശരിയായ ലിമിറ്റിനകത്താണോ, അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു അളവിലാണോ ഉള്ളത്, അത് ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ടോ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൊളസ്ട്രോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഈ ഒറ്റ സ്ലൈഡിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരുപാടൊന്നും സംസാരിക്കാൻ സാധ്യതയില്ല. കൊളസ്ട്രോൾ എന്താണ് ശരിക്കും? നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ഫാറ്റി സബ്സ്റ്റൻസസ് ആണ്. ഇത് ശരീരം ഉപയോഗിക്കുന്നതാണ്. കൊളസ്ട്രോൾ എന്നുള്ളത് ഒരു സ്റ്റെറോൾ ആണ്. ശരിക്കും ആ കൊളസ്ട്രോളിന്റെ വേർഡ് മീനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊള എന്ന് പറയുന്നത് നമ്മുടെ ഗാഢമായ എന്നുള്ളത്, സ്റ്റെറോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റെറോൺ, അത് ഗാഢമായ എന്നും, അതുപോലെ തന്നെ കോളി എന്ന് പറയുന്നത് കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമാണ്. ഇത് രണ്ടും കൂടിയിട്ട് സ്റ്റെറോൾ എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഓക്കറിങ് അൺസാച്ചുറേറ്റഡ് സ്റ്റെറോയിഡ് ആൽക്കഹോൾ ആണ് ഓൾ എന്നുള്ള കാറ്റഗറിയിൽ ഇടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് കെമിസ്ട്രി ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വെളുത്ത വാക്സ് അല്ലെങ്കിൽ ഒരു മെഴുക് പോലെയുള്ള സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതേ കൊളസ്ട്രോൾ തന്നെ നമ്മൾ പക്ഷെ അറിയാവുന്ന കൊഴുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തൊക്കെ രീതിയിലാണ് വ്യത്യസ്തം ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് അതിന്റെ ടൈപ്പ് ഒരു സ്റ്റെറോൾ ഫോർമേഷൻ ആണ്, അല്ലാതെ ഫാറ്റ് ഫോർമേഷനിലല്ല. കൊഴുപ്പ് എന്ന് പറയുന്നത് നോർമലി ട്രൈഗ്ലിസറൈഡ് ബേസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആഡിപ്പോസ് ടിഷ്യൂ, ശരീരത്തിനകത്തുള്ള, അന്ന് നമ്മൾ കണ്ടിരുന്നു വെള്ള, വൈറ്റ്, ബീജ്, അതുപോലെ തന്നെ ബ്രൗൺ നിറത്തിലുള്ള ആഡിപ്പോസ് ടിഷ്യൂ ആയിട്ടാണ് ശരീരത്തിനകത്ത് നിലനിൽക്കുന്നത് കൊഴുപ്പിന് അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് സ്വന്തമായിട്ട് പല ഹോർമോണുകളും ഉണ്ടാക്കാറുണ്ട്, ശരീരത്തിന്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, എനർജി സ്റ്റോറിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേസമയത്ത് കൊളസ്ട്രോൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
ചില ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ബൈൽ ആസിഡ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ കൊളസ്ട്രോൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബോഡിയുടെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ കൊഴുപ്പ് ഉപയോഗിക്കുന്നത്. ഉണ്ടാവുന്നത് എവിടെയൊക്കെയാണ്? നമ്മുടെ ബ്ലഡിനകത്തുണ്ടാവും, അതുപോലെ തന്നെ കരളിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കരളിലുണ്ടാവും തീർച്ചയായിട്ടും, ബ്രെയിനിലുണ്ടാവും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആനിമൽ ഫുഡിലും നമുക്കിത് കാണാൻ പറ്റും. അതേ സമയത്ത് കൊഴുപ്പ് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആവാം, നോൺ വെജിറ്റേറിയൻ ആവാം, ആനിമൽ ഫുഡിൽ മാത്രമല്ല ഉണ്ടാവുക. ഇത് നമ്മുടെ ഉള്ളിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോലിന്റെ അടിയിലും അതുപോലെ തന്നെ പല ഓർഗൻസിനെ, അവയവങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുമാണ് ഉള്ളത്. അത് പ്ലാൻ ബേസ് ആയിട്ടുള്ളതിൽ നമുക്ക് വെളിച്ചെണ്ണ പോലെയുള്ളതൊക്കെ കൊഴുപ്പായിട്ട് തന്നെ മനസ്സിലാക്കാം. അതുപോലെ ഇത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? കൊഴുപ്പ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൊഴുപ്പിനെ പൊതുവെ കൊണ്ടുപോകുന്ന ട്രൈഗ്ലിസറൈഡ്സ് അത് കൊളസ്ട്രോളിന്റെ അല്ലെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ ഫോർമേഷനിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് എന്നിട്ട് ഫാറ്റ് സെല്ലിൽ അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യും. അതേ സമയത്ത് കൊളസ്ട്രോൾ കൊണ്ടുപോകുന്നത് ലിപ്പോ പ്രോട്ടീൻ ആയിട്ട് തന്നെയാണ്, അത് ബ്ലഡിൽ കൂടെ പോവുകയാണ് ചെയ്യുക. അതിന് സ്റ്റോർ ഒന്നുമില്ല. പൊതുവെ ഹെൽത്ത് റിസ്ക് എന്തൊക്കെയാണ്? പൊതുവെ കൊഴുപ്പിന് ഒബിസിറ്റി അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ BP-യിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, തടി അല്ലെങ്കിൽ പൊണ്ണത്തടി, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പ്രമേഹം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മെറ്റബോളിക് സിൻഡ്രോം അതിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഒരു കൊഴുപ്പിന്റെ വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, പ്രത്യേകിച്ച് വൈറ്റ് ഫാറ്റ് സെല്ല് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവാം. അതേ സമയത്ത് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില ഹെൽത്ത് റിസ്കുകൾ എന്ന് പറയുന്നത് ഹേർട്ട് ഡിസീസ്, അതെറോസ്ക്ലീറോസിസ് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. ഇത് ജസ്റ്റ് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അളക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റ് വഴി കാണുന്ന ശരിയായ കൊളസ്ട്രോള് നമ്മുടെ കൊഴുപ്പുമായിട്ട് യാതൊരു മാച്ചിങ്ങും അല്ല. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കണം? മെലിഞ്ഞ ആൾക്കാരിലും കൊളസ്ട്രോള് കൂടാം അല്ലെങ്കിൽ കുറയാം. ഇങ്ങനെയുള്ള വ്യത്യാസം തീർച്ചയായിട്ടും അവരിലും ഉണ്ടാവും. ഓക്കെ, എവിടുന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ കിട്ടുന്നത്? നേരത്തെ പറഞ്ഞു, എക്സോജീനസ് ആയിട്ട് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും ലിവർ, അതുപോലെ തന്നെ ബ്രെയിൻ, ഇത് രണ്ടുമാണ് ഈവൻ നമ്മൾ പുറത്തു നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലും കൂടുതലായിട്ട് കൊളസ്ട്രോൾ കിട്ടുന്ന രണ്ട് ഭാഗങ്ങൾ. അനിമൽ സോഴ്സിൽ നിന്ന് മാത്രമേ ഉള്ളൂ, പ്ലാന്റ് സോഴ്സിൽ പൊതുവെ നമുക്ക് കൊളസ്ട്രോൾ ഇല്ല. അതേ സമയത്ത് എൻഡോജീനസ്, നമ്മുടെ ശരീരത്തിനകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ലിവർ ഉണ്ടാക്കും, എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കും. എവിടെയൊക്കെ വേണമോ അവിടെയൊക്കെ എത്തിക്കും. ലിവർ ആണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ശരീരം വേണ്ടാത്ത ഒരു സാധനം ഉണ്ടാക്കില്ലല്ലോ. ശരീരം തീർച്ചയായിട്ടും അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ട ശരീരത്തിലുള്ള 80% കൊളസ്ട്രോളും ലിവർ ഉണ്ടാക്കുന്നതാണ്. ഇൻ കേസ് നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിക്കുന്നതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഒരു 70 to 80 മീൻസ് അത് കുറച്ചിട്ട് ലിവർ അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴും മാത്രമേ ഉള്ളൂ. അത് റെഗുലർ ആയിട്ട് നമ്മൾ അത്തരം ഭക്ഷണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവറിനും ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവില്ല ഇദ്ദേഹത്തിന്റെ ആവശ്യം എത്രയാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം കഴിക്കുന്ന എത്രയാണെന്നോ ഒരു പക്ഷെ ലിവറിന് മനസ്സിലാവാതെ അവിടെയാണ് കൊളസ്ട്രോളിലും ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യത ഉണ്ടാവുന്നത്. എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ? വേണമെന്ന് പറഞ്ഞു, പക്ഷെ എന്തിനാണ്? ശരിക്കും പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എല്ലാ കോശങ്ങളുടെയും സെൽ മെംബ്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കുമ്പോൾ, കോശ സ്തരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ചില ഹോർമോൺസ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് സ്റ്റെറോയിഡ് ഹോർമോൺസിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ടെസ്റ്റോസ്റ്റെറോണും കോർട്ടിസോളുമാണ്. അതുപോലെ തന്നെ ഈസ്ട്രജൻ, ലേഡീസിലാണെങ്കിൽ ഈസ്ട്രജൻ. ഈ ഹോർമോണുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. വൈറ്റമിൻ ഡി കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ തൊലിക്കടിയിൽ വെച്ചിട്ട് ഒരു സ്റ്റെറോളാണ് കൺവേർട്ട് ആയിട്ട് നമ്മുടെ വൈറ്റമിൻ ഡിയിലേക്ക് എത്തുന്നത്. ആ പല സ്റ്റേജ് പ്രോസസ് ഉണ്ട്. വൈറ്റമിൻ ഡിയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ബൈൽ ആസിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ലിവറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
നെർവസ് സിസ്റ്റത്തില് ന്യൂറോൺസിന് മുകളിലുള്ള മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന നെർവ് സെൽസിന് മുകളിൽ ഒരു മൈലിൻ ഷീത്ത് ഉണ്ട്. ഈ ഷീത്തിന്റെ എഫക്റ്റീവ്നെസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ, ബുദ്ധിശക്തി ഇതുപോലെയുള്ള പലതിനെയും, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, സെൻസേഷൻ, നമ്മുടെ എന്താ ബ്രെയിനും അതുപോലെ തന്നെ മറ്റ് പല അവയവങ്ങളും തമ്മിലുള്ള മോട്ടോർ കോർഡിനേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടെത്തിക്കുന്നത് മൈലിൻ ഷീത്ത് ശരിയായ ആരോഗ്യത്തിലുള്ളത് കൊണ്ടാണ്. അപ്പൊ അവിടെയും നമുക്ക് കൊളസ്ട്രോളിന്റെ ആവശ്യമുണ്ട്. എന്തൊക്കെ രീതിയിലാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുള്ളത്? ഈ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാവും, അതുപോലെ തന്നെ LDL ഉണ്ടാവും, HDL ഉണ്ടാവും. ഇതില് LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ പറയുന്നത് മോശമാണെന്നും HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നും പറയാറുണ്ട്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്നാണ് പറയുന്നത്. ഇതിന് LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ പ്രോട്ടീന്റെ ഡെൻസിറ്റിയാണ്. അതുപോലെ തന്നെ VLDL ഉണ്ട്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഈ മൂന്നും ആണ് പ്രധാനമായിട്ട് നമ്മൾ അതിൽ കാണുന്നത്. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, മറ്റ് ചില റേഷ്യോസ് ഒക്കെ നോക്കാറുണ്ട്. ഇത്തരം റേഷ്യോസ് ഒക്കെ നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അല്ല മെഷർ ചെയ്യുന്നത്, എന്താണ്, ലിപ്പോപ്രോട്ടീൻ ആണ്. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് എഴുതി തന്നു കഴിഞ്ഞാലും ടോട്ടൽ കൊളസ്ട്രോൾ അല്ല, അവിടെ ടോട്ടൽ ലിപ്പിഡിന്റെ അളവാണ്, ലിപ്പോപ്രോട്ടീന്റെ അളവാണ് നമ്മളവിടെ എടുക്കുന്നത്. ഇതിന് ഒരു ചെറിയ രീതിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VLDL അല്ലെങ്കിൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് പൊതുവെ ട്രൈഗ്ലിസറൈഡിന്റെ ടോട്ടൽ അളവിന്റെ 20% ആയിരിക്കും. 150 നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ് എങ്കിൽ അതിന് 30 5/5 എടുത്തു കഴിഞ്ഞാൽ 30 VLDLന്റെ അളവ്. അതുപോലെ തന്നെ LDLും HDLും അതിൽ മെഷർ ചെയ്യുന്നുണ്ടോ. ഈ VLDL എന്താ ചെയ്യുന്നത്? നമുക്ക് അവിടുന്ന് തുടങ്ങാം. VLDL എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഷുഗറോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള കലോറിയും കൊഴുപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൊഴുപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ട്രൈഗ്ലിസറൈഡ് ഫോമിലേക്ക് എത്തും. ഈ ട്രൈഗ്ലിസറൈഡിനെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് VLDL അഥവാ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഈ ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് ലിപ്പിഡ്സും പ്രോട്ടീനും കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു വലിയ തന്മാത്രയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു കാരിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബസ്സായിട്ട് കണക്കാക്കാം. ഒരു വലിയ ബസ്സായിട്ട് ഇതിന് അകത്തേക്ക് എല്ലാ കൊഴുപ്പിനെയും കയറ്റി വെച്ച് കൊണ്ടുപോകും. പക്ഷെ ഒരു ബസ്സിൽ കൊള്ളാവുന്ന ആൾക്കാരുടെ എണ്ണം നമുക്ക് ഒരു ലിമിറ്റ് ഇല്ലേ? 50 പേരുടെ ആണെങ്കിൽ 50 പേരല്ലേ കയറുള്ളൂ. അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാലോ നമ്മുടെ ബസ്സിന്റെ എണ്ണം കൂട്ടും അല്ലെ. ചില ഫംഗ്ഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ 3 ബസ് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ കല്യാണ വണ്ടികളൊക്കെ 3 ബസ് 4 ബസ് അങ്ങനെ ബസ്സിന്റെ എണ്ണം പറയുമ്പോഴെന്താ നമ്മൾ കണക്കാക്കുന്നത്? കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇപ്പോ HDLോ LDLോ VLDLോ ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് കൊള്ളാവുന്ന യാത്രക്കാര് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ എണ്ണം വളരെ കൂടുതലാണ്. VLDL കൂടുതലാണെങ്കിൽ അതിനർത്ഥം ട്രൈഗ്ലിസറൈഡിന്റെ അളവ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോ LDL എന്താ? LDL കൊളസ്ട്രോളിനെ ലിവറിൽ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, കോശങ്ങൾക്ക് വേണം, ബ്രെയിനിന് വേണം, അതുപോലെ തന്നെ പല ഫങ്ഷൻസും നേരത്തെ പറഞ്ഞല്ലോ, ഹോർമോൺസ് ഉണ്ടാക്കാനും വൈറ്റമിൻ ഉണ്ടാക്കാനും ഒക്കെ, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാരിയർ ആണ്, ഒരു ബസ്സാണ് LDL. അപ്പൊ ഇത് അവിടെ വേണ്ടത്ര കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇൻ കേസ് ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ ഇത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഈ ഒരു വലിയ മോളിക്യൂൾ എന്ന് പറഞ്ഞില്ലേ, ഈ വലിയ മോളിക്യൂള് ചിലപ്പോൾ പോകുന്ന വഴിയിൽ ബ്ലഡിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോഴത് ബ്ലഡ് വെസലിലൊക്കെ ആ നാളിയിൽ ചിലപ്പോൾ ഫാറ്റ് അല്ലെങ്കിൽ ഈ കൊളസ്ട്രോള് അവിടെ നിന്ന് വിടും. അവിടെ വിട്ടു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് രണ്ട് രീതിയിലാണ് ഫങ്ഷൻസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫാറ്റ് ബേസ് ആണ്, അതേസമയത്ത് ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളം ബേസ് ആണ്. അപ്പോൾ വാട്ടർ ബേസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കൊഴുപ്പ് അവിടെ നിൽക്കില്ല.
അത് ചിലപ്പോൾ അതിന്റെ കോർണറിൽ പോയിട്ട് പറ്റിപ്പിടിക്കും. അങ്ങനെയാകുമ്പോൾ ബ്ലഡ് വെസലിനകത്ത് ഇത് നിൽക്കുക, അത് വെസലിൽ കൂടി ക്യാരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്ലഡിന്റെ ഫ്ലോവിനെ തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്യാനും ഒക്കെ അത് മതിയാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് HDL അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ത് ചെയ്യും? അതിനകത്ത് പ്രോട്ടീന്റെ അളവ് കൂടുതലാണ് അപ്പോപ്രോട്ടീൻ, അതുകൊണ്ട് തന്നെ അത് അവിടെയൊക്കെയുള്ള എല്ലാ കൊഴുപ്പിനെ അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ തിരിച്ച് ലിവറിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ലിവറിന് മനസ്സിലാവും കൊളസ്ട്രോൾ ഇപ്പൊ ഇത്രയും മതി, ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനോ അല്ലെങ്കിൽ അളവ് കുറക്കാനോ ലിവറിന് പറ്റും. അങ്ങനെ ഒരു ടോട്ടൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് രീതിയിലാണ് ഈ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് പോകുന്നത്. സോ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊളസ്ട്രോളിന്റെ ആക്ച്വൽ അളവാണോ നമ്മൾ അളക്കുന്നത്? ഈ മോളിക്യൂളിന്റെ എണ്ണം അല്ലെങ്കിൽ ഈ കാരിയറിന്റെ ബസിന്റെ എണ്ണമാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളക്കുന്നത്. ഈ ടോട്ടൽ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവും എന്നാണ് നമ്മളെ വിചാരം. എന്നാൽ അത് കംപ്ലീറ്റ് അല്ല. കൊളസ്ട്രോൾ ഇതേ മോളിക്യൂളിന് തന്നെ കപ്പാസിറ്റി വ്യത്യാസം വരാം. കാരണം ഈ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ ഇവിടെയുള്ള അപ്പോപ്രോട്ടീന്റെ അളവിനനുസരിച്ച് തന്നെ നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റിയും വ്യത്യാസം വരാം ഓരോ മോളിക്യൂളിന്റെയും ബസ്സിന്റെയും. അല്ലെ, 30 യാത്രക്കാരുള്ള ബസ്സും ഉണ്ട്, 50 യാത്രക്കാരുള്ള ബസ്സും ഉണ്ട്. അതിൽ തന്നെ സ്റ്റാൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 58 പേരുള്ളവരുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് തന്നെ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിൽ എടുക്കുന്ന കൊളസ്ട്രോളിന്റെ അളവിലും വ്യത്യാസം വരാം. അതിനെ പൂർണ്ണമായിട്ട് അങ്ങ് എടുക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ നമ്മൾ എന്താ ഇപ്പൊ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബസ് നിറയെ യാത്രക്കാർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്രയും കൂടുതൽ കൊഴുപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. കൊഴുപ്പെന്ന് ഞാൻ പറയാൻ കാരണം എന്താ, VLDL-ഉം ട്രൈഗ്ലിസറൈഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ്. അതുപോലെ തന്നെ അത്രയും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസിന്റെ എണ്ണം കൂടുമ്പോൾ VLDL ഒരാളുടേത് 30 ആണെങ്കിൽ അയാളുടെ ശരീരത്തിനകത്ത് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് വളരെ കൂടുതലാണെന്നല്ലേ അർത്ഥം. അതുപോലെ തന്നെ LDL കൂടുതലാണെങ്കിലോ ശരീരത്തിൽ ലിവറിൽ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളിന്റെ അളവ് വളരെ കൂടുതലാണെന്നും ആ കൊളസ്ട്രോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് LDL അല്ലെങ്കിൽ അത് പെടാപ്പാട് പെട്ടിട്ട് കൂടുതൽ ബസിന്റെ എണ്ണം എടുത്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിക്കുകയാണെന്നുമാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും എടുക്കേണ്ടെന്ന് പറയാൻ വേറൊരു കാരണം എന്താ, നമ്മുടെ സെക്സ് അഥവാ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ റിക്വയർമെന്റ്, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ എടുത്തിട്ട് ഈ LDL, VLDL, HDL ഒക്കെ ചെറിയ രീതിയിൽ വ്യത്യാസം വരും. തീർച്ചയായിട്ടും അതിനെ 100%, ഒരു 200 എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന നമ്പേഴ്സ് എങ്കിൽ, ടോട്ടൽ കൊളസ്ട്രോൾ 200-ന് കൂടുതലാണെങ്കിൽ അത് എല്ലാവർക്കും അതുപോലെ നോർമൽ റേഞ്ച് 200-ന് താഴെ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് 220 ഒക്കെ എത്താം. ഞാൻ അടുത്തിടെ ഒരു ഡോക്ടറുടെ വീഡിയോയിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് പറയാണ്, എന്റെ കൊളസ്ട്രോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് 380-ൽ നിൽക്കുകയാണ്. അദ്ദേഹം പേടിപ്പെടുത്താനല്ല, വളരെ ആധികാരികമായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ബോഡിയുടെ റിക്വയർമെന്റിനനുസരിച്ച് ഒരുപക്ഷെ ആ ടോട്ടൽ കൊളസ്ട്രോൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. അഗൈൻ ഇവിടെയും ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ LDL, HDL, അതുപോലെ തന്നെ VLDL, ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പൊ അവിടെ നമ്മുടെ LDL-ന്റെ അളവാണോ കൂടുതൽ അല്ല HDL-ന്റെ അളവാണോ കൂടുതൽ എന്നുള്ളതും നമ്മൾ അറിയണം. കാരണം HDL വളരെ കുറവും LDL വളരെ കൂടുതലും ആയിട്ട് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ 200-ൽ എത്തി നിൽക്കുകയാണെങ്കിൽ അത് മോശമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൊതുവെ ഈ കൊളസ്ട്രോൾ നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിനെടുക്കുന്ന 2 പ്രധാനപ്പെട്ട റേഷ്യോസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഡിവൈഡഡ് ബൈ HDL. നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്റെ അളവ് എത്രയാണോ, ഇത് 1:1 ആണ്. ഇത് ലെസ് ദാൻ 3-ൽ എത്തി നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ LDL-ഉം HDL-ഉം 1:1 റേഷ്യോയിലാണ് എങ്കിലും വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിൽ അങ്ങനെയാണ് ഉണ്ടാവുക. HDL-ന്റെ അളവ് ടോട്ടൽ കൊളസ്ട്രോളിന്റെ 3-ൽ-1 ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് പോകണം. അതുപോലെ
മറ്റൊരു പ്രധാനപ്പെട്ട മെഷർ എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡും HDL-ഉം തമ്മിലുള്ള ഒരു മെഷറാണ്. ട്രൈഗ്ലിസറൈഡിന്റെ അളവ് HDL-ന്റെ 3 ഇരട്ടി ആണെങ്കിൽ അവിടെയും നമുക്ക് ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയാം. അതേ സമയത്ത് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് പിന്നെയും കൂടുകയാണെങ്കിൽ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രമേഹത്തിനുള്ള സാധ്യതയുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ശരിക്കും ഹൈ കൊളസ്ട്രോൾ, നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ബസ്സുകളുടെ എണ്ണം വളരെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടറിയും വീനും രണ്ടുണ്ട്. അതിൽ ആർട്ടറി എന്ന് പറയുന്നത് ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്ന വെസൽസിനെയാണ് ആർട്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധമനികൾ. അതുപോലെ തന്നെ വീൻസ് എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, രക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണ് വീൻസ്. ഈ അതെറോസ്ക്ലിറോസിസിൽ നമ്മുടെ ആർട്ടറിയുടെ ഉള്ളിൽ കാരിയിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ പൈപ്പിന്റെ അളവ് കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് വരാനുള്ള ഒരു കാര്യം ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് ഈ കൊണ്ടുപോകുന്ന LDL വഴി കൊണ്ടുപോകുന്ന കൊഴുപ്പ് ബ്ലഡ് വെസലിനകത്ത് തങ്ങിക്കിടന്നിട്ട് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രക്തയോട്ടം കറക്റ്റ് ആയിട്ടില്ലെങ്കിലാണ്. പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിഫറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന ബ്ലഡ് വെസലിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PAD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഹൈ BP ക്ക് മറ്റു പല ഇഷ്യൂസും ഉണ്ട്. ബട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഒരു കൊളസ്ട്രോൾ അളവ് കൂടിക്കഴിഞ്ഞാലും BP ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് കൊളസ്ട്രോൾ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഒന്ന്, നമ്മുടെ ഭക്ഷണം വളരെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ടാവും. സാച്ചുറേറ്റഡ് ആയിരിക്കാം കൂടുതലായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിലത്തെ കൊഴുപ്പ്, അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് രീതിയിലുള്ളതായിരിക്കാം. അതുപോലെ തന്നെ ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒരുപക്ഷെ കഴിക്കുന്നുണ്ടാവും. ഈ ഷുഗറും ഫാറ്റും തമ്മിൽ എന്താ ബന്ധം? അല്ലെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും തമ്മിൽ, ഷുഗർ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിനകത്തുള്ള ഫ്രക്ടോസ് പോലെയുള്ള സാധനങ്ങൾ, ടേബിൾ ഷുഗർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രക്ടോസ് ആയിക്കോട്ടെ, ഇത്തരം സാധനങ്ങൾ HFCS പോലെയുള്ള സാധനങ്ങളൊക്കെ ലിവറിനകത്തേക്ക് എത്തിയിട്ട് അത് സ്റ്റോറേജ് ഫോമിലേക്ക് മാറ്റി ട്രൈഗ്ലിസറൈഡ് ആക്കിയിട്ട് കൊണ്ടുപോകും. അതിനെ കൊണ്ടുപോകാൻ എന്ത് വേണം? വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വേണം. അപ്പൊ അതാണ് ഷുഗറുമായിട്ടുള്ള കണക്ഷൻ വരുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതും തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ സ്റ്റോറേജിന് കൊണ്ടുപോയ കൊഴുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഊർജ്ജമായിക്കോട്ടെ, ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല. ഉപയോഗിക്കാൻ എന്ത് വേണം? മസിൽസ് വേണം, ഫാറ്റ് അല്ല വേണ്ടത്. ആക്ച്വലി ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് പൊതുവെ ഒരു ഫാറ്റ് പ്രോബ്ലം അല്ല, അത് മസിലിന്റെ അളവ് കുറയുന്നത് കൊണ്ടുള്ള പ്രോബ്ലം ആണ്. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, പൊതുവെ ഇത് രണ്ടും വളരെ കൂടുതലായിട്ട് LDL-ന്റെ അളവ് കൂട്ടുന്നതും അതുപോലെ HDL-ന്റെ അളവ് കുറക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളാണ്. ലിപ്പോപ്രോട്ടീന്റെ അളവ് കൂട്ടുന്നതും ആണ് ഇവിടെ സംസാരിക്കുന്നത്, LDL-ഉം HDL എന്ന് പറയുമ്പോൾ. ജെനറ്റിക്സ്, ചില ആളുകളിൽ ഈ ലിവറിന്റെ ഫങ്ഷൻ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയും, ആ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആയിട്ട് വരാം. കാരണം ജെനറ്റിക്കലി അവരുടെ ലിവർ വർക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിലാവാം. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ പോലും ഒരുപക്ഷെ ഹൈ കൊളസ്ട്രോളിന്റെ ചാൻസസ് ഇപ്പോഴും കൂടുതലുണ്ട്. മറ്റ് കണ്ടീഷൻ പൊതുവെ മെറ്റബോളിക് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഈ ഒരു കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് കാരണമാകാം. എങ്ങനെയാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാസ്റ്റിങ്ങിന് ശേഷം വേണം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ. ഒരു 8 to 12, എന്നാ അവിടെ എഴുതിയിരിക്കുന്നത് 8 to 12 അല്ല, ഒരു 10 മുതൽ 12 മണിക്കൂർ വരെയുള്ള സമയം നമ്മൾ ഫാസ്റ്റിങ്ങിന് ശേഷം വേണം കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിൽ ഇതിനെ പൊതുവെ പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് തന്നെ
ഫാസ്റ്റിംഗ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഏത് സമയത്തും പോയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റിപ്പോർട്ട് കിട്ടണമെന്നില്ല. കാരണം കോർട്ടിസോളിന്റെ അളവൊക്കെ വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു 6 മണി ആകുമ്പോഴേക്കും നമ്മുടെ കോർട്ടിസോൾ വീണ്ടും ഹൈ റേഷ്യോയിലേക്ക് പോകും. അപ്പൊ കോർട്ടിസോൾ ഒരു ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടാവും. അപ്പൊ എപ്പോഴും ഫാസ്റ്റിംഗ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണി മാക്സിമം ഒരു 9 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 4 to 6 വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് അത് കൊളസ്ട്രോൾ നോർമൽ ലെവലിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേസമയത്ത് എന്തെങ്കിലും മെറ്റബോളിക് സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ വളരെ മോശമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്യുക. ഓൾറെഡി കൊളസ്ട്രോളിൽ വേരിയേഷൻ ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് മുഖേനയൊക്കെ അതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ മേ ബി 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിലോ ഒക്കെ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് ആ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എത്രമാത്രം അതിന് സ്യൂട്ടബിൾ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ലിപിഡ് പ്രൊഫൈൽ ടെസ്റ്റിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ടോട്ടൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL, അതുപോലെ തന്നെ HDL, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ്, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് ടു HDL റേഷ്യോ, LDL ടു HDL റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് കൊളസ്ട്രോളിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, ഒരു ആരോഗ്യകരമായ രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? ഏറ്റവും പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, ഭക്ഷണത്തിന്റെ സമയം ഒക്കെ അതിൽ പ്രധാനമായിട്ടുള്ള ഫാക്ടറാണ്. രാത്രികാലത്ത് മീൻസ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് പ്രോസസ്സ് ചെയ്യാൻ സമയം കൂടുതൽ കൊടുക്കുന്ന രീതിയിലായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഹോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുക. സ്റ്റാർച്ച് രീതിയിലുള്ള സാധനങ്ങളുടെ അളവ് കുറക്കുക. അത് തന്നെ രാത്രി കാലങ്ങളിൽ വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ട്രാൻസ് ഫാറ്റ് രീതിയിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഹൈലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സീഡ് ഓയിൽസിലൊക്കെ അതാണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽസിലൊക്കെ, അത് നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ സമയത്തിന് എഴുന്നേക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 30 to 40 മിനിറ്റ്സ് എന്ന് പറയുന്നത്, ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റ്സ്, 2.5 മണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. എക്സസൈസ് ചെയ്യുന്ന ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മൾ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണ്ടത്ര ഉറക്കം അല്ലെങ്കിൽ വിശ്രമം നമ്മൾ എടുത്തിരിക്കണം. അതാണ് ബോഡിയുടെ റിപ്പയറിങ്ങിന് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. മെറ്റബോളിക് സിൻഡ്രോം പൊതുവെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ വളരെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഈ പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ്, ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ വ്യായാമം, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവയ്ക്ക് വളരെ നല്ല ഒരു പാറ്റേൺ ഉണ്ട്. സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ. സ്മോക്കിംഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ, കാരണം സ്മോക്കിങ്ങിന് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് LDL ആയിട്ട്, LDL കൂട്ടാൻ വേണ്ടിയിട്ട്, HDL കുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിന്റെ അളവ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കുക. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. കാരണം അതിനകത്തുള്ള കലോറീസ് നമുക്ക് 0 കലോറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്ത് കലോറി ഉണ്ട്, പക്ഷെ യൂസബിൾ ആയിട്ടുള്ള മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഒരു ഹെൽത്തി വെയിറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കൊഴുപ്പിന്റെ പാറ്റേണും ഇതൊക്കെ വരുന്നുണ്ടാവും. നേരിട്ടല്ല, അത് ബോഡി കമ്പോസിഷൻ അനാലിസിസിനെ പറ്റി മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോഡിയുടെ മസിൽസിന്റെ അളവ് കൂട്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മളെ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയാണ് കൊളസ്ട്രോളിനെ പറ്റിയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ. താങ്ക് യു. ബാക്ക് ടു ഫസ്റ്റ്. താങ്ക് യു സർ. തീർച്ചയായിട്ടും കൊളസ്ട്രോൾ നമ്മുടെ മിത്രമാണോ ശത്രുവാണോ എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കും.
തീർച്ചയായിട്ടും അത് നമ്മുടെ മിത്രം തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കാതെ പോയാൽ അത് ചിലപ്പോൾ നമ്മുടെ ശത്രുവാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അതിന്റെ ലെവലുകളെ കുറിച്ചൊക്കെ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എങ്ങനെയാണത് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇംപ്രൂവ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവായ എല്ലാ തരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കും. ആർക്കെങ്കിലും കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംശയങ്ങളോടുകൂടി ചോദിക്കണം. എല്ലാവരും കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? യെസ്, സ്നേഹലത മാം പറയും. ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ ഒക്കെ ഇല്ലെങ്കിലും അതിന്റെ മരുന്ന് കഴിക്കണമെന്ന് പറയാ. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊളസ്ട്രോൾ ആവശ്യമുള്ളതല്ലേ, അതങ്ങ് കുറഞ്ഞു പോകത്തില്ലേ? അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. ഡോക്ടർമാര് പറയും കഴിക്കണം. കഴിക്കണം ഞാൻ എന്നാണ് പേഴ്സണലി ഞാൻ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായ കാര്യം പറയാം. അമ്മയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം കൊളസ്ട്രോൾ ടാബ്ലറ്റ് കൊടുത്തിരുന്നു. പക്ഷെ അത് നമ്മൾ കുറച്ചായിട്ട് ഇനീഷ്യലി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. സോ ഓൾമോസ്റ്റ് 4 years ആയി. സോ അത് നമ്മളൊരു 6 മാസം കഴിയുമ്പോഴേക്കും അത് സ്ലോലി കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ടാബ്ലറ്റ് പൂർണ്ണമായിട്ട് ഓൾമോസ്റ്റ് ഒരു 8 മാസം ആകുമ്പോഴേക്കും നിർത്തുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് 73 വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അപ്പോഴും BP-യോ കൊളസ്ട്രോളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഷുഗറും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനൊരു മെഡിക്കേഷനിലാണ് അവര് വിട്ടത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു ഗഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയത്. ഞാൻ ഇതെല്ലാവരും അഡോപ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ, പ്രത്യേകിച്ചും കൊളസ്ട്രോളിൽ LDL-ന്റെ അളവാണ് കൂടുതലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കൊളസ്ട്രോളില് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പൊതുവെ എത്രത്തോളം കാരിയേഴ്സ് ഉണ്ടെന്നാണ്, കൊളസ്ട്രോളിന്റെ അളവല്ല. സോ LDL എന്ന് പറയുന്നത് ശരീരത്തിന്റെ ലിവറിൽ നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ടോട്ടൽ ബസിന്റെ എണ്ണമാണ്. HDL എന്ന് പറയുന്നത് അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ HDL കുറവും LDL കൂടുതലുമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ചെയ്തേ പറ്റൂ. കൊളസ്ട്രോൾ ഇല്ലാത്തവരാണെങ്കിൽ അത് ടേപ്പറിങ് ചെയ്ത് വളരെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒഴിവാക്കാം എന്ന് ഞാൻ പറയും. ഡെയിലി ഫിസിക്കൽ എക്സസൈസ് കൂടിയും പിന്നെ ഹലോ സർ, പുതിയ ഹലോ കേൾക്കാവോ? പറയൂ സർ. ഡെയിലി ഫിസിക്കൽ എക്സസൈസ് കൂടിയും പിന്നെ ഡയറ്റ് കൺട്രോളിൽ കൂടിയും നമുക്ക് ഈ HD എന്ന LDL-ഉം HDL-ഉം ഈക്വലായിട്ട് 1:1 തോതിൽ വരണമെന്നല്ലേ പറയുന്നത്? 1:1 ആണെങ്കിൽ നല്ലതാണ്. അതെ, ആ രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് മരുന്നില്ലാതെ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ? ഈ എക്സസൈസ് കൊണ്ടും മറ്റേ ഡയറ്റ് കൺട്രോൾ കൊണ്ടും നമുക്ക് മരുന്നില്ലാതെ തന്നെ കൊളസ്ട്രോൾ നോർമലൈസ് കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും. ഭക്ഷണം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് മൂന്നും, ഭക്ഷണം, വ്യായാമം, അതുപോലെ തന്നെ ഉറക്കം. അതുപോലെ ഈ പ്രായമുള്ളവർക്ക് എല്ലിന്റെ ശക്തിക്കോ മറ്റോ ഈ മുട്ട കഴിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ, അതിലെന്താ യാഥാർത്ഥ്യം എനിക്കറിയാം. അങ്ങനെ മുട്ട കഴിക്കാവോ? ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മുട്ട നല്ലതാണ്, കാൽസ്യം കൂടുതലുള്ള ഒരു സാധനമാണ്. ഉള്ളത് കൊണ്ട് നല്ലതാണ്, പ്രായമുള്ളവർക്ക് മുട്ട നല്ലതാണെന്ന് പറയാറുണ്ട്. അതെ. അല്ല, ഈ മുട്ട ഈ കൊളസ്ട്രോളിനെ ബാധിക്കുമെന്നുള്ളതാണ് മുട്ട കൂടുതൽ കഴിക്കുന്നത്. മുട്ടയിൽ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോ നോർമലി നമ്മളെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് ഈ കൊഴുപ്പ് യൂസ് ചെയ്യപ്പെടുക. അപ്പൊ നമ്മള് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ദഹന വ്യവസ്ഥ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ കൊഴുപ്പിന്റെ ഒന്നിച്ച് തന്നെ നമ്മൾ വളരെ കൂടിയ അളവിലുള്ള ഫൈബർ കണ്ടന്റ്, പ്രത്യേകിച്ച് വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് കഴിച്ചാൽ മതിയോ? കൂടുതൽ കഴിക്കാം. ഓക്കെ സാർ. ഹലോ സർ, പുതിയ കണക്കനുസരിച്ച് LDL-ന്റെ അളവ് എത്രയാ? ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഒരു 240 പുതിയ കണക്കിലെല്ലാം മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു.
ഇത് ഇത് ഈ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലും മാറ്റി എഴുതുകയാണ് അല്ലെങ്കിൽ പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോ കൊളസ്ട്രോൾ അല്ല ആക്ച്വലി പ്രശ്നക്കാരൻ. ഇനി അഥവാ കൊളസ്ട്രോൾ ആണെന്ന് കൂട്ടിക്കോ, അങ്ങനെയാണെങ്കിൽ ഈ ലിപ്പോപ്രോട്ടീൻ അല്ല. കാരണം ലിപ്പോപ്രോട്ടീൻ അളക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ അല്ല ആക്ച്വലി അളക്കുന്നത്. നമ്മൾ ടോട്ടൽ ബസ്സിന്റെ എണ്ണം മാത്രമാണ്, എത്ര ബസ് ആൾക്കാർ പോയി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അടുത്ത് കണക്ക്. ഒരു ബസ്സിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കണക്കല്ല. അപ്പൊ ടോട്ടൽ അളവ് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നില്ല. ഇത് ഈ കാരിയറിന്റെ നമ്മുടെ HDL-ഉം LDL-ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. LDL മാത്രം വളരെ കൂടുതൽ ഉണ്ടായിട്ട് പ്രശ്നമില്ല എന്ന് പറയുന്നത് അത് സയന്റിഫിക്കലി എല്ലാവർക്കും 100% ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഈസ്ട്രജൻ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് വളരെ നല്ല റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളില് പൊതുവെ LDL-ന്റെ അളവ് പെട്ടെന്ന് കൂടാറുണ്ട്, കൊളസ്ട്രോളിന്റെ അളവ് പെട്ടെന്ന് കൂടാറുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണെന്നും വേണമെങ്കിൽ കണക്കാക്കാം. ഈ മാഡം ചോദിച്ച ചോദ്യം പൂർണ്ണമായിട്ട് ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് ഇത് എത്രയാണെന്ന് ചോദിക്കാതിരിക്കുന്നത് നല്ലത് ഒരു പക്ഷേ. അതായത് ടോട്ടൽ കൊളസ്ട്രോളിന്റെ കാര്യമല്ലേ ചോദിച്ചത്, അതായത് LDL അല്ല ചോദിച്ചത്. ടോട്ടൽ കൊളസ്ട്രോൾ 240 വരെയൊക്കെ വരാമെന്നാണ് പറയുന്നത്. അതിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഇതിന് അടുത്തിടെ കണ്ട ഒരു വീഡിയോയിൽ ഒരു ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, കാർഡിയക് സർജൻ ആണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ കൊളസ്ട്രോൾ 380-ൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. അത് കുറക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞത്, അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയാണ് അദ്ദേഹത്തിന്റെ ബോഡിക്കെന്നാണ്. ഡിപ്പെൻസ് ഓൺ ബോഡി ടു ബോഡി. ട്രൈഗ്ലിസറൈഡ് 200 ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, എന്നാൽ പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ കൂട്ടിക്കൊണ്ടുവരാനും പാടില്ല. പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലത്തെ ഫാറ്റ് അതല്ലെങ്കിൽ ഷുഗർ അതല്ലെങ്കിൽ അൺയൂസ്ഡ് എനർജിയെ പൂർണ്ണമായിട്ടും സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അപ്പൊ ട്രൈഗ്ലിസറൈഡിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും VLDL-ന്റെ അളവും കൂടും. അപ്പൊ പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് കുറക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ലേറ്റ് നൈറ്റ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതൊക്കെയാണ് പൊതുവെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെയുള്ള പാറ്റേൺ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നല്ലത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഐസ്ക്രീമിനകത്തുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ഐസ്ക്രീമിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന കൊഴുപ്പിന്റെ അളവിനേക്കാൾ എത്രയോ കുറവാണ് നമ്മൾ നോർമലി കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പെന്നാണ്. ഫ്രൂട്ട്സിൽ നിന്ന് കൊഴുപ്പ് എങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രക്ടോസ് കൺവേർട്ട് ചെയ്തിട്ട് വരുന്നത്. ക്ലിയർ ആയില്ല? ഇല്ല. ഓക്കെ. ഐസ്ക്രീമിന്റെ ഭാഗമാണോ ക്ലിയർ ആവാത്തത്? ഒന്നും ക്ലിയർ ആയില്ല. ഒരു മാരേജിനൊക്കെ പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാതെ ഫ്രൂട്ട്സ് കഴിക്കാമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നില്ലേ? ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം, ഡയബറ്റീസ് പോലും ഫ്രൂട്ട്സ് കഴിക്കാം കുറച്ച്, ഐസ്ക്രീം കഴിക്കാതിരിക്കുക നല്ലത്. അങ്ങനെയല്ല. ഫ്രൂട്ട്സ് ഈ നമ്മള് പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാല് ഐസ്ക്രീം ആണ് ഇന്നിപ്പോ കോമൺ ആയിട്ട്. ആക്ച്വലി ഇപ്പൊ ഇന്നലത്തെ ന്യൂസ് പേപ്പറിലോ മറ്റോ ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ റെയിൽവേ സ്റ്റേഷനിൽ വലിയ ബ്രാൻഡുകളുടെ മെഗാ ബ്രാൻഡുകളുടെ ഐസ്ക്രീം പാർലറുകൾ റെയിൽവേ സ്റ്റേഷനിൽ 15ഓളം സ്റ്റേഷനിൽ വരുന്നതാണ്. ശരിക്കും ഐസ്ക്രീം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? പാലാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഉള്ള HFCS അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് പോലെയുള്ള സാധനങ്ങളുടെ അളവ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അതാണ് അതിന് മധുരം കൊടുക്കുന്നത്. ഈ സാധനം നേരിട്ട് നമ്മുടെ ശരീരത്തിന്റെ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈവൻ കൊളസ്ട്രോൾ കമ്പനിക്കാരോ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാരോ ഒക്കെ സ്പോൺസർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത്തരം കടകളൊക്കെ തുറക്കാം. അത്
ഒരു ബിഗ് മാർക്കറ്റ് ആണ്. ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. ബട്ട് ഇത്രയും മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പൂർണ്ണമായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് റെഡിയായേ പറ്റൂ. എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ ഇതല്ലല്ലോ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവരെ പോലെ ഫോളോ ചെയ്യാൻ തീർച്ചയായിട്ടും നോക്കരുത്. സർ ഓക്കെ ആണോ? ഓക്കെ സർ. ഒരു ഐസ്ക്രീമിനകത്ത് എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നവർ പിടിയില്ല. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നില്ല. അത് കൂടുതലും ടേസ്റ്റി ആക്കാൻ വേണ്ടി അവർ പലതും മിക്സ് ചെയ്യും. എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. ഞാൻ ജസ്റ്റ് ഇന്നത്തെ രീതികൾ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഭക്ഷണത്തിലും മധുരം ചേർക്കുന്ന രീതിയും, അതുപോലെ തന്നെ മീൻസ് ഇതൊക്കെ ടോട്ടലി ട്രൈഗ്ലിസറിഡിന്റെ അളവ് കൂട്ടാൻ ഒരു കാരണമാവുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പല രീതിയിൽ മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സദ്യയിൽ പോലും ഫ്രൂട്ട് സലാഡ് ഒരു കറി ആയിട്ട് വന്നിരിക്കുന്നു ഇപ്പോ. സാലഡിന്റെ കൂടെ അവർ ഐസ്ക്രീം മിക്സ് ചെയ്യും. ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണോ, അല്ല നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് പുതുതായിട്ട് പുതിയ പുതിയ സാധനങ്ങൾ നമ്മുടെ വിഭവങ്ങളിൽ ചേരുന്നതാണോ? ഇവൻ 2 മധുരമുള്ള കറിയുണ്ട്. അതായത് പറയുന്ന അച്ചാർ പോലും മധുരമുള്ള അച്ചാർ, അല്ലെങ്കിൽ ഇഞ്ചിക്കറി, അങ്ങനെയുള്ള സാധനമൊക്കെ കുറച്ച് മധുരം ഇട്ടാണുണ്ട്. പിന്നെ വേറെ ഒരു മധുരമുള്ള എന്താണ് പറയുന്നത്, മധുരമുള്ള ഒരു കൂട്ടാനുണ്ട്. ഇതൊക്കെ ഷുഗർ ഉണ്ടാക്കുന്നതാണ്, ഡയബറ്റിക്സ്. നേരിട്ടും അല്ലാതെയും നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കൊഴുപ്പിനെ കൺട്രോൾ ചെയ്യുന്ന, മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ ഇത്. ആക്ടിവിറ്റീസ് കൂട്ടുക. നമ്മുടെ കയ്യിലുള്ളത് എന്താ? എക്സസൈസിന്റെ അളവ് കൂട്ടുക. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം എന്നുള്ള രീതിയിൽ നേരിട്ട് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സംസാരിക്കാം. കാരണം മറ്റ് ടോപ്പിക്കുകൾ വളരെ വിശാലമാണ്. ആർക്കും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെയും ബ്ലോക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആദ്യം അറിയണം. ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് തന്നെയാണ്. പിന്നെ മസ്റ്റ് ആണ്. എന്റെ അറിവിൽ സയന്റിഫിക്കലി ബ്ലോക്ക് ഇല്ലാത്ത ആരുമില്ല. ആരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ബ്ലോക്ക് ഉണ്ടാവും. കാരണം ഇതേ കൊളസ്ട്രോൾ ആണ് കൊണ്ടുപോകുന്നത്. പക്ഷെ HDL അതിലത്തെ ക്ലീനിങ് ഏജന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ. അപ്പൊ എല്ലാ സ്ഥലത്തു നിന്നും ശരീരത്തിന്റെ ലിവറിലേക്ക്, കരളിലേക്ക് എന്താ കൊഴുപ്പിനെയും അല്ലെങ്കിൽ മറ്റ് കൊളസ്ട്രോളിനെയും തിരിച്ചു കൊണ്ടുവരുന്ന ബസ്സാണ് HDL. അതുകൊണ്ട് തന്നെ ഈ HDL വേണ്ട രീതിയിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. HDLന്റെ അളവ് കുറഞ്ഞിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ HDL കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. LDL കുറക്കാൻ വേണ്ടിയിട്ടും. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കാൽസ്യം കൊണ്ടാണ് ബ്ലോക്ക് വന്നത്.
കാൽസ്യം ഡെപ്പോസിറ്റ് വരുന്നത് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും. കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എവിടെയാണോ കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളത് അവിടേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അവിടെ റീമിനറലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ് ഡിയും കെയും. അപ്പം വൈറ്റമിൻ കെ, പ്രത്യേകിച്ചും വൈറ്റമിൻ K2 ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് അത് ബ്ലഡിൽ കൂടി കറങ്ങി നടക്കും, എന്നാൽ എവിടെയും ഡെപ്പോസിറ്റ് ആവുന്നുണ്ടാവില്ല. ഇങ്ങനെ കുറെ നേരം കറങ്ങി നടക്കുമ്പോൾ ചിലപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലും എൻ്റെ അമ്മയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് കാൽസ്യം അമ്മ കഴിക്കുന്നുണ്ടായിരുന്നു, കാൽസ്യം നിർത്താൻ പറഞ്ഞിട്ട് നമ്മൾ നിർത്തി. പക്ഷെ നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയ്ക്ക് നടുവേദനയുടെ ഒക്കെ പ്രശ്നം വളരെ കൂടുതലായിട്ട് വന്നു. വീണ്ടും കാൽസ്യം ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. കാൽസ്യം, മാഗ്നീഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ കോമ്പിനേഷൻ ആണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റേഷൻ ആണെങ്കിൽ പൊതുവെ അത് ശരീരത്തിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ വൈറ്റമിനും നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന എന്ത് സാധനങ്ങളും ഡൈജസ്റ്റ് ആവണം, അതുപോലെ തന്നെ അത് അബ്സോർബ് ആവണം, അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തി അവിടെ ന്യൂട്രീഷന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യണം. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മുടെ ന്യൂട്രിയൻസിന് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ ആ മരുന്നുകൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്കൊരു ആശ്വാസം തരുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു പെർമനന്റ് ഹീലിംഗ് അല്ല തരുന്നത്. കാരണം ന്യൂട്രിയൻസിന് തരാൻ പറ്റുന്ന പെർമനന്റ് ഹീലിംഗ് ഒരുപക്ഷെ മരുന്നുകൾക്ക് പറ്റില്ല. സാറേ, ഞാൻ സാറിനെ ഒന്ന് ഹോസ്റ്റ് ആക്കുവാണേ. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഓക്കെ ക്ലിയർ ആയോ മാഡം? ക്ലിയർ അല്ല, അപ്പൊ നമ്മളിത് എങ്ങനെ അറിയും കംപ്ലീറ്റ് ആണോ? നമ്മളിങ്ങനെ റിപ്പോർട്ടുകൾ തന്നെയാണ് അതിൽ കുറെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ബ്ലഡ് റിപ്പോർട്ടുകൾ തന്നെയാണ് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലെ കാൽസ്യം, സീറം കാൽസ്യം ടെസ്റ്റ്, അതുപോലെ തന്നെ സീറം മാഗ്നീഷ്യം ടെസ്റ്റ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ ടെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് CBC, ലിപ്പിഡ് പ്രൊഫൈല്, ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് തന്നെ ഇത്തരം റിപ്പോർട്ടുകളിലും വേരിയേഷൻ വരാം. അതുകൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളിലെ മേ ബി 2-3 വർഷങ്ങളിലെ അനാലിസിസ് നോക്കിയിട്ട് വേണം ഇന്ന രീതിയിലാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയെന്ന് മനസ്സിലാക്കാം. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ആണ് ഒരു 3 മാസമായുള്ളൂ ഇത് ചെയ്തിട്ട്. മാഡം ഒന്ന് എന്നെ ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കുവോ? ശരി. മാഡം പറയാം, അമർജ്യോതി മാം. യെസ് സർ, വളരെ നല്ല ക്ലാസ്, താങ്ക് യു വെരി മച്ച്. സാറേ, ഈ ഫാറ്റി ലിവർ ഭയങ്കര ഡേഞ്ചർ അല്ലേ? ഫാറ്റി ലിവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അല്ല, ഫാറ്റി ലിവറും കൊളസ്ട്രോളും തമ്മിൽ, ഫാറ്റും കൊളസ്ട്രോളും തമ്മിൽ ഒരു ബന്ധമില്ല. അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അസസ് ചെയ്യാൻ പറ്റും. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിലാണ് ഫാറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് ബാക്കി വരുന്ന, എന്നിട്ടും പിന്നെയും കൂടുതൽ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലിവർ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ലിവറിൽ തന്നെ അടിഞ്ഞുകൂടും, പല ഓർഗനിലും അടിഞ്ഞുകൂടും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലിവറിൽ തന്നെ. അങ്ങനെ സ്ലോലി അത് ലിവറിന്റെ ഫംഗ്ഷനെ തടസ്സപ്പെടുത്തും. അങ്ങനെയാണ് അത് ഫാറ്റി ലിവറിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഗ്രേഡ് 1 ഗ്രേഡ് 2 അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ.